എൻ്റെ പേര് സതീഷ് കുമാർ. എറണാകുളം ജില്ലയിൽ എടവലക്കാട് എന്ന് പറയുന്ന സ്ഥലത്താണ് താമസിക്കുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പെട്ടെന്ന് ഒരു തലചുറ്റൽ പോലെ അനുഭവപ്പെട്ടു. അത് 2 ദിവസവും ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയി വന്നു കഴിഞ്ഞപ്പോൾ എറണാകുളത്ത് പ്രമുഖമായ 2-3 ഹോസ്പിറ്റലിൽ കയറി ഇറങ്ങേണ്ടി വന്നു. എന്നിട്ടും അതിനൊരു മാറ്റം ഉണ്ടായില്ല എന്ന് പറഞ്ഞാൽ തന്നെയല്ല, ജീവിതത്തിനോട് തന്നെ മടുപ്പ് തോന്നി. ഞാനൊരു ബിസിനസ്സുകാരനാണ്, പക്ഷേ ട്രാവൽ ചെയ്യാൻ പറ്റുന്നില്ല. എപ്പോഴാണ് വീഴുന്നതെന്നുള്ള ആ ഒരു ജിജ്ഞാസ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രാവശ്യം വീണിട്ടുമുണ്ട്. പിന്നെ എനിക്ക് വണ്ടി ഓടിക്കേണ്ട ഇതൊക്കെ ഉണ്ട്, പക്ഷേ അതൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. ടോട്ടല് ഒരു വിരക്തി പോലെ, ജീവിതത്തോട് തന്നെ ഒരു വിരക്തി പോലെയുള്ള ഇതിലേക്ക് ആയിപ്പോയി. അങ്ങനെ ഈ ഹോസ്പിറ്റലിൽ പോയിട്ടൊന്നും ഒരു ശമനവും കിട്ടിയില്ല. ലാസ്റ്റ് എൻ്റെ ഒരു ഫ്രണ്ട് എൻ്റെ അവസ്ഥ ഞാൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവൻ പറഞ്ഞു അവൻ്റെ വൈഫിന് ഇതുപോലെ തന്നെ വന്നിട്ട് ഇതുപോലെ തന്നെ ഹോസ്പിറ്റലിൽ കയറി ഇറങ്ങിയൊന്നും ഇത് ചെയ്യാഞ്ഞിട്ട് ചന്ദ്രാപ്പനിയിൽ ഒരു ഡോക്ടർ രവി എന്ന് പറഞ്ഞിട്ട് MBBS ഡോക്ടർ ഉണ്ട്, അദ്ദേഹത്തെ റിട്ടയർഡ് DM, അദ്ദേഹത്തെ പോയി കണ്ടിട്ട് അവൻ്റെ വൈഫിൻ്റെ മാറി, പൂർണ്ണമായും മാറി. ഇതുവരെ പിന്നെ വന്നിട്ടില്ല എന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ അവനെയും കൂട്ടി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ സാറിൻ്റെ വീട്ടിൽ കുറേ പേര് ഇരിക്കുന്നുണ്ട്. എല്ലാവരും ഈ രോഗത്തോട് അനുബന്ധിച്ച ആളുകൾ തന്നെയാണ്. പക്ഷേ ഞാൻ വിചാരിച്ചത് ഡോക്ടറെ ഇനി എപ്പോഴാണ് കണ്ടുപോകാൻ പറ്റുക എന്നുള്ള ഇതിലിങ്ങനെ നിൽക്കുമ്പോൾ ഓരോ പേഷ്യൻ്റ് കയറണേ കാണാം, ഒരു അരമണിക്കൂർ കഴിയുമ്പോഴേക്കും അവർ വളരെ ഉഷാറായിട്ട് ഇറങ്ങി പോണേ കാണാം. അപ്പോൾ തന്നെ എനിക്കൊരു പകുതി ആശ്വാസമായി. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ കണ്ടു കഴിഞ്ഞപ്പോൾ ആളുകൾ ഒരു മിറക്കിൾ പോലെ അകത്തേക്ക് കയറുക, രോഗിയായിട്ട് കയറുക, ഒരു അരമണിക്കൂറിനുള്ളിൽ വളരെ ഊർജ്ജസ്വലമായിട്ട് തിരിച്ചു പോവുക. ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ അത് കഴിഞ്ഞിട്ട് എൻ്റെ ഊഴം വന്നു. എന്നെയും ഇതുപോലെ തന്നെ സാറ് ഇവിടെ ഇരുത്തി കുറേ കാര്യങ്ങളൊക്കെ സംസാരിച്ചു. അപ്പോൾ എനിക്കുണ്ടായിരുന്ന അനുഭവങ്ങളൊക്കെ ഞാൻ സാറിനോട് പറഞ്ഞു. തലചുറ്റലും വീഴാൻ പോണതും, പിന്നെ ഭക്ഷണം കഴിക്കാൻ തല കുമ്പിടുമ്പോൾ ഭാരം, അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കാൻ പറ്റായിക, ആഗ്രഹമുണ്ട് ഭക്ഷണം കഴിക്കണം എന്നുള്ളത്, പക്ഷേ വോമിറ്റിങ്, ഭയങ്കരമായിട്ട് വോമിറ്റിങ് ഇതായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ സാറെല്ലാം ഇത് ചെയ്തപ്പോൾ എന്നോട് പറഞ്ഞു തൊട്ടടുത്തൊരു ടേബിൾ, ഒരു കട്ടിൽ പോലെയുണ്ട്, അവിടെ കിടക്കാൻ പറഞ്ഞു. ഞാൻ കിടന്നു. ഒരു 15 മിനിറ്റോളം ഒരു സെക്കൻഡ് ഒരു വശത്തേക്ക് കിടക്കുക, പിന്നെ മറുവശത്ത് കിടക്കുക, സ്ട്രെയിറ്റ് കിടക്കുക. കുറച്ച് കഴിഞ്ഞപ്പോൾ എന്നോട് എണീക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ ആദ്യത്തെ ഒരു പരിശോധന ആണ് ഞാൻ പ്രതീക്ഷിച്ചുള്ളൂ. ഇനി അടുത്ത ഡീറ്റെയിൽസ് എന്തെങ്കിലും ആയിരിക്കും എന്ന് എഴുതിയപ്പോൾ എന്നോട് പറഞ്ഞു കഴിഞ്ഞു, പരിപാടി കഴിഞ്ഞു. ഞാൻ പെട്ടെന്ന് എനിക്ക് കഴിഞ്ഞപ്പോൾ എനിക്ക് ഒന്നും പറയാൻ പറ്റാത്തൊരവസ്ഥയാണ്. എന്ന് വെച്ചാൽ എൻ്റെ എല്ലാ ഇതും മാറുകയും വളരെ ഊർജ്ജസ്വലനായിട്ട് ഞാൻ തിരിച്ചു പോയപ്പോൾ, വന്നപ്പോൾ എൻ്റെ കൂട്ടുകാരാണ് കാർ ഓടിച്ചെങ്കിൽ തിരിച്ചു പോയപ്പോൾ ഞാനാണ് കാർ ഓടിച്ച് പോയത്. അത്രയും ഒരു വിശ്വാസയോഗ്യമായ ഒരു ട്രീറ്റ്മെൻറ്റാണ് ഡോക്ടറെ. അദ്ദേഹത്തിന് ദൈവം ഒരു 100 അല്ല 200 ആയുസ് കൊടുക്കട്ടെ. എന്താ വെച്ചാൽ എന്നെപ്പോലെയുള്ള ഇതുപോലെ ഞാൻ ചെറുപ്പം എന്നല്ലേ പറയണേ, എന്നെക്കാളും ചെറുപ്പമുള്ള പിള്ളേരെ അവിടെ വന്നിരിപ്പുണ്ടായിരുന്നു ഇതേ അസുഖം പറഞ്ഞിട്ട്. അവർക്കൊക്കെ ഒരു ഇത് വേണം. ഇന്നത്തെ ഈ എത്തിക്സ്, നമ്മുടെ മെഡിസിൻ എത്തിക്സ് എന്നൊക്കെ പറഞ്ഞ് കാശുണ്ടാക്കലാണ്. അതുപോലെ തന്നെ മരുന്നുകളും. എന്നെ 2 ഹോസ്പിറ്റലിൽ തന്നെ MRI സ്കാൻ എടുത്തു ഈ ഒറ്റ റീസണിൻ്റെ പേരിൽ, എന്നിട്ടൊരു ഫലം ഉണ്ടായില്ല. പിന്നെ ഈ പറഞ്ഞ ഇതൊക്കെ നിസ്സാരം ചെയ്തുകൊണ്ട് അദ്ദേഹം മാറ്റി. അദ്ദേഹത്തിന് ദൈവത്തിൻ്റെ കൈപ്പുണ്യം പോലെ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അദ്ദേഹത്തിന് നല്ലൊരു ആയുസ്സ് ദൈവം കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.